ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. ഇന്നത്തെ നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർവികരിൽ നിന്ന് ലഭിക്കാനുള്ള സ്വത്ത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കുടുംബം വഴി, അതായത് അച്ഛൻ വഴി നിങ്ങൾക്ക് എത്താനുള്ള സ്വത്ത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണവന്മാരിൽ നിന്ന് എത്തുന്ന ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ്, ആൻസിസ്ട്രൽ വിസ്ഡം, കർമ്മ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പൂർവികരിൽ നിന്ന് നമ്മളിലേക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൂർവിക സ്വത്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ് പൊതുവെ ആളുകൾ കാരണവന്മാരിൽ നിന്ന് ലഭിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് സ്വത്ത് വകകൾ, സ്വർണം, വീട്, ഭൂസ്വത്തുക്കൾ ഏത് രീതിയിലായിരുന്നു. അത് നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന കാര്യമാണ്, കാരണം അത് ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ ഫിസിക്കൽ അസറ്റ്സ് മാത്രമല്ല, അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഫലങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പൂർവിക കർമ്മത്തിൻ്റെയും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈഫിൽ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പൂർവികരുടെ കർമ്മത്തിൽ നിന്ന് എത്തുന്ന നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോഴും സാധ്യമായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഫലത്തിലൂടെ, അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ ആ ഫലം മാറ്റാനുള്ള സാഹചര്യം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കർമ്മത്തിൻ്റെ ദേവനാണ് ശനി എന്ന് പറയുന്നത്. ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നീരാഞ്ജനം കഴിപ്പിക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ വിളക്ക് നിങ്ങൾ വീട്ടിൽ കത്തിച്ചാലും മതിയാകും. പക്ഷെ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇന്നത് എന്നുള്ള രീതിയുണ്ട്. ക്ഷേത്രത്തിൽ കത്തിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്തായാലും ഓരോരുത്തർക്കുള്ള ഒരു രീതിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ അതിനനുസരിച്ച് ശുദ്ധവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശം ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.